ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൊക്കെ പൈസ നിക്ഷേപിക്കുന്നത് മൂലമുണ്ടാകുന്ന ഗവൺമെന്റിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ടാക്സ് ബെനിഫിറ്റ്, മെഡിക്കൽ റൈഡർ, ലൈഫ് കവറേജ് എന്നിവയെക്കുറിച്ചെല്ലാം മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിൽ പൈസ നിക്ഷേപിക്കുന്നത് മൂലമുണ്ടാകുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം. ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് നിശ്ചിത സമൃദ്ധി. 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് മുതൽ 50 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഈ പോളിസിയിൽ ചേരാവുന്നതാണ്. ഇതിന്റെ ലൈഫ് കവറേജ് 40 വർഷം വരെയാണ്. 10 വർഷമാണ് പ്രീമിയം അടയ്ക്കേണ്ട പീരീഡ്. 1.5 ലക്ഷം രൂപ മുതൽ മുകളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് പ്രീമിയമായി എടുക്കാം. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിന്റെ മണി ബാക്ക് ആണ്. 11ാമത്തെ വർഷം മുതൽ 39ാമത്തെ വർഷം വരെ നമ്മൾ അടച്ച പ്രീമിയം എമൗണ്ടിന്റെ 80% നമുക്ക് മണി ബാക്ക് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. 30 വയസ്സുള്ള ഒരാൾ 2 ലക്ഷം രൂപയുടെ പ്രീമിയം എടുത്താൽ അയാൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേർന്ന് ഫസ്റ്റ് പ്രീമിയം അടച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ 35,80,000 രൂപയുടെ ലൈഫ് കവറേജ് സ്റ്റാർട്ടാകും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ത്രെട്ടൻ സംഭവിച്ചാൽ ഈ തുക നമ്മുടെ നോമിനിക്ക് കിട്ടും. 10 വർഷമാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. 11ാമത്തെ വർഷം മുതൽ ഈ 2 ലക്ഷം രൂപയുടെ 80% ആയിട്ടുള്ള 1,60,000 രൂപ മണി ബാക്ക് ആയിട്ട് 29 വർഷം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയി കിട്ടിക്കൊണ്ടിരിക്കും. ഈ മണി ബാക്ക് വർഷത്തിൽ ഒരിക്കലോ മാസം തോറുമോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും. അത് നമ്മുടെ ചോയ്സാണ്. 40ാമത്തെ വർഷം ഈ മണി ബാക്ക് കൂടാതെ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ടുള്ള 35,80,000 രൂപ കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അതായത് ഈ മണി ബാക്കായി കിട്ടുന്ന 46,40,000 മെച്യൂരിറ്റി എമൗണ്ട് ആയ 35,80,000 ചേർത്ത് ടോട്ടൽ 81,48,000 രൂപയാണ് ഈ ഒരു പോളിസി എടുത്തതിലൂടെ അയാൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്. ഈ കിട്ടിയ മണി ബാക്ക് എമൗണ്ടിനോ മെച്യൂരിറ്റി എമൗണ്ടിനോ യാതൊരു തരത്തിലുള്ള ടാക്സും അടയ്ക്കേണ്ട ആവശ്യമില്ല. 8 വയസ്സിന് മുകളിലോട്ട് ഏത് ഏജിലുള്ള ആൾ ഈ സ്കീമിൽ ചേർന്നാലും മണി ബാക്കായി കിട്ടുന്ന എമൗണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് നമ്മൾ അടച്ച പ്രീമിയത്തിന്റെ 80% ആയിരിക്കും മണി ബാക്കായി കിട്ടുന്നത്. എന്നാൽ ഏജ് കൂടുന്നതനുസരിച്ച് മെച്യൂരിറ്റി എമൗണ്ടിൽ വേരിയേഷൻ വരും. ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് നിശ്ചിത സമൃദ്ധി പ്ലസ്. ഇതൊരു ന്യൂ ബോൺ ബേബിക്ക് മുതൽ 60 വയസ്സ് വരെയുള്ള ഏതൊരാൾക്ക് ഈ സ്കീമിൽ ചേരാവുന്നതാണ്. ഇതിന്റെ ലൈഫ് കവറേജ് എന്ന് പറയുന്നത് 22 വർഷമാണ്. പ്രീമിയം പീരീഡ് 10 വർഷമാണ്. പ്രീമിയം എമൗണ്ട് 2 ലക്ഷം രൂപ മുതൽ മുകളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് പ്രീമിയമായി ചേരാം. 13ാമത്തെ വർഷം മുതൽ നമുക്ക് മണി ബാക്ക് സ്റ്റാർട്ടാകും. ഇത് 22ാമത്തെ വർഷം വരെ നമുക്ക് കിട്ടും. ഈ സ്കീമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അടച്ച പ്രീമിയം എമൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും മണി ബാക്കായി കിട്ടിത്തുടങ്ങുന്നത്. ഇത് ഓരോ വർഷം കഴിയുന്നതോറും 5% വീതം കൂടിക്കൊണ്ടേയിരിക്കും. 30 വയസ്സുള്ള ഒരാൾ 2 ലക്ഷം രൂപയുടെ ഈ സ്കീമിൽ ചേർന്നാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേർന്ന് ഫസ്റ്റ് പ്രീമിയം അടച്ചതിന്റെ പിറ്റേ ദിവസം 22 ലക്ഷം രൂപയുടെ ലൈഫ് കവറേജ് സ്റ്റാർട്ടാകും. നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ത്രെട്ടൻ സംഭവിച്ചാൽ ഈ എമൗണ്ട് നമ്മുടെ നോമിനിക്ക് കിട്ടും. 10ാമത്തെ വർഷം 29 ലക്ഷം രൂപയായിരിക്കും ലൈഫ് കവറേജ്. ഇത് 22 വർഷം വരെ പിന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. 10 വർഷം പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ പിന്നെ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ആണ്. 13ാമത്തെ വർഷം മുതൽ നമുക്ക് മണി ബാക്ക് സ്റ്റാർട്ട് ആകും. 2 ലക്ഷം രൂപ പ്രീമിയം അടച്ചാൽ 2,16,300 രൂപയാണ് നമുക്ക് മണി ബാക്കായി കിട്ടിത്തുടങ്ങുന്നത്. പിന്നെ ഓരോ വർഷം കഴിയുന്തോറും 5% വെച്ച് കൂടി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ മണി ബാക്ക് വർഷം തോറും വേണമെങ്കിൽ അങ്ങനെ കിട്ടും, അതല്ല മാസം തോറും വേണമെങ്കിൽ അങ്ങനെ. ഇത് നമ്മുടെ ചോയ്സാണ്. 22ാമത്തെ വർഷം മണി ബാക്ക് ആയിട്ടുള്ള 23,36,240 രൂപയും നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് ആയ 23,13,635 രൂപയും ചേർത്ത് ടോട്ടൽ 46,49,675 രൂപയാണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഈ മണി ബാക്ക് എമൗണ്ടിനോ ഈ മെച്യൂരിറ്റി എമൗണ്ടിനോ യാതൊരു തരത്തിലുള്ള ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് സ്മാർട്ട് സിന്ദഗി പ്ലസ്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേരാം. ഇതിന്റെ ലൈഫ് കവറേജ് എന്ന് പറയുന്നത് 85 വർഷമാണ്. പ്രീമിയം എമൗണ്ട് സ്റ്റാർട്ട് ആകുന്ന 1 ലക്ഷം മുതലാണ്. ഈ 1 ലക്ഷം മുതൽ മുകളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് പ്രീമിയമായി എടുക്കാം. 10 വർഷമാണ് പ്രീമിയം പീരീഡ്. ഫസ്റ്റ് പ്രീമിയം അടയ്ക്കുന്ന അതേ വർഷം തന്നെ പ്രീമിയം എമൗണ്ടിന്റെ 12% നമുക്ക് മണി ബാക്കായി സ്റ്റാർട്ടാകും. 85 വർഷം വരെ നമുക്ക് മണി ബാക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പോളിസി തുടങ്ങി, അത് 18 വയസ്സുള്ള നിങ്ങളുടെ മകന്റെ പേരിലാണെന്നിരിക്കട്ടെ, നമുക്ക് പ്രൊപ്പോസറായിട്ടിരിക്കാം. അതായത് പ്രീമിയം അടയ്ക്കുന്നതും മണി ബാക്ക് കിട്ടുന്നതും നമുക്ക്, എന്നാൽ ലൈഫ് കവറേജ് കിട്ടുന്നത് മകന്. നമുക്ക് ഏജായി, ഇനി മണി ബാക്ക് വേണ്ട,
അങ്ങനെയാണെങ്കിൽ ഇത് മകൻ്റെ പേരിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതായത് പ്രപ്പോസറിനെ ചേഞ്ച് ചെയ്യാം. 35 വയസ്സുള്ള ഒരാൾ 2 ലക്ഷം രൂപയുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേർന്നാൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് പ്രീമിയം അടച്ചതിന് പിറ്റേ ദിവസം 23,57,101 രൂപയുടെ ലൈഫ് കവറേജ് സ്റ്റാർട്ട് ആകും. നമുക്ക് എന്തെങ്കിലും ലൈഫ് ത്രെട്ടൺ സംഭവിച്ചാൽ ഈ എമൗണ്ട് നമ്മുടെ നോമിനിക്ക് കിട്ടും. 10 വർഷം വരെ ഇതിന്റെ ലൈഫ് കവറേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. 11ാമത്തെ വർഷം മുതൽ ഇതിന്റെ ലൈഫ് കവറേജ് കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഫസ്റ്റ് പ്രീമിയം അടച്ച് അതേ വർഷത്തിന്റെ ഇയർ എൻഡിൽ മണി ബാക്ക് സ്റ്റാർട്ട് ആകും. അതായത് ഫസ്റ്റ് പ്രീമിയത്തിന്റെ 12% മണി ബാക്കായി കിട്ടിത്തുടങ്ങുന്നത്. ഓരോ വർഷം കഴിയുന്നതോടും മണി ബാക്ക് കൂടി 50 വർഷം ആകുമ്പോൾ 2,26,753 രൂപയാണ് നമുക്ക് മണി ബാക്കായി കിട്ടുന്നത്. ഇതിൻ്റെ മണി ബാക്കും മെച്യൂരിറ്റി എമൗണ്ട് ചേർത്ത് 2,46,22,468 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഈ എമൗണ്ടിന് നമ്മൾ യാതൊരു തരത്തിലുള്ള ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് മൈൽ സ്റ്റോൺ. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേരാവുന്നതാണ്. ഇതിന്റെ ലൈഫ് കവറേജ് എന്ന് പറയുന്നത് 15 വർഷമാണ്. പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്ന 50,000 രൂപ മുതലാണ്. 50,000 മുതൽ മുകളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് പ്രീമിയം ആയിട്ട് എടുക്കാം. പ്രീമിയം പീരീഡ് 10 വർഷമാണ്. ഈ ഒരു സ്കീമിൽ നമ്മൾ പെയറായിട്ട് പോളിസി എടുക്കുകയാണെങ്കിൽ, അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ചേർന്നിട്ട് ഓരോ ലക്ഷം രൂപയുടെ പോളിസി എടുത്തു എന്ന് വിചാരിക്കുക. ഇടയ്ക്ക് വെച്ച് ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ത്രെട്ടൺ സംഭവിച്ചാൽ മറ്റേ ആളുടെ ബാലൻസ് വരുന്ന പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, അത് കമ്പനി അടച്ചോളും. ഇത് മെച്യൂർ ആയതിനു ശേഷം ആ മെച്യൂരിറ്റി എമൗണ്ട് നോമിനിക്ക് ലഭിക്കുകയും ചെയ്യും. 35 വയസ്സുള്ള ഒരാൾ 1 ലക്ഷം രൂപയുടെ ഈ സ്കീം എടുത്താലുണ്ടാകുന്ന ബെനിഫിറ്റ്സ് കൂടി ഒന്ന് പറയാം. ഫസ്റ്റ് പ്രീമിയം അടച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ 11 ലക്ഷം രൂപയുടെ ലൈഫ് കവറേജ് സ്റ്റാർട്ട് ആകും. 10 വർഷം പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ 5 വർഷം വെയിറ്റിംഗ് പീരീഡ് ആണ്. 15ാമത്തെ വർഷം മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ടുള്ള 17,66,799 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ഈ മെച്യൂരിറ്റി എമൗണ്ടിന് യാതൊരു തരത്തിലുള്ള ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് നിശ്ചിത് ഭവിഷ്യ. 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് മുതൽ 55 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേരാവുന്നതാണ്. ഇതിന്റെ ലൈഫ് കവറേജ് എന്ന് പറയുന്നത് 35 വർഷമാണ്. ഇതിന്റെ പ്രീമിയം പീരീഡ് 12 വർഷമാണ്. പ്രീമിയം എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 60,000 രൂപയാണ്. 60,000 രൂപ മുതൽ മുകളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് പ്രീമിയം ആയിട്ട് എടുക്കാം. ഈ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത മണി ബാക്ക് ആണ്. ഇതിന്റെ പ്രീമിയം പീരീഡിൽ നമുക്ക് മണി ബാക്ക് കിട്ടും. അതായത് 4ാമത്തെ വർഷവും 8ാമത്തെ വർഷവും മണി ബാക്ക് ഉണ്ടാകും. പിന്നെ 12ാമത്തെ വർഷം മുതൽ 35ാമത്തെ വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് മണി ബാക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. 1 ലക്ഷം രൂപയുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേർന്നാൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടി എന്ന് പറയാം. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേർന്ന് ഫസ്റ്റ് പ്രീമിയം അടച്ചതിന്റെ പിറ്റേ ദിവസം 23,83,982 രൂപയുടെ ലൈഫ് കവറേജ് സ്റ്റാർട്ട് ആകും. 4 വർഷത്തെ പ്രീമിയം അടച്ചതിന് ശേഷം നമുക്ക് 71,770 രൂപ മണി ബാക്കായി കിട്ടും. 8 വർഷം പ്രീമിയം അടച്ചു കഴിയുമ്പോൾ 1,19,616 രൂപ നമുക്ക് മണി ബാക്കായി കിട്ടും. 12 വർഷത്തെ പ്രീമിയം പീരീഡിന് ശേഷം 12ാമത്തെ വർഷം നമുക്ക് മണി ബാക്കായി കിട്ടുന്നത് 43,062 രൂപയാണ്. ഇത് ഓരോ വർഷം കഴിയും തോറും കൂടി വരും. അങ്ങനെ 35ാമത്തെ വർഷം 92,589 രൂപയാണ് നമുക്ക് മണി ബാക്കായി കിട്ടുന്നത്. 35ാമത്തെ വർഷം ഈ മണി ബാക്ക് എമൗണ്ട് കൂടാതെ മെച്യൂരിറ്റി എമൗണ്ട് ചേർത്ത് 33,68,712 രൂപയാണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഈ എമൗണ്ടിനും നമ്മൾ യാതൊരു തരത്തിലുള്ള ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ആരോഗ്യമുള്ള കാലത്ത് അല്ലെങ്കിൽ നന്നായി ജോലി എടുക്കാൻ കഴിവുള്ള സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്ക് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാർദ്ധക്യകാലം വളരെ സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കും.